ഡിസംബർ 2 വിശുദ്ധ ബിബിയാന. റോമാക്കാരിയായ വിശുദ്ധ ബിബിയാന ജൂലിയൻ ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ രക്തസാക്ഷിത്വം വരിച്ചത്. ഐതിഹ്യം അനുസരിച്ച് ക്രിസ്തുവിൽ വിശ്വസിച്ച ഫ്ലവയ്യൻ, ദഫ്രോയ എന്നിവരായിരുന്നു വിശുദ്ധ ബിബിയാനയുടെ മാതാപിതാക്കൾ. ദഫ്രോസയെ തലയാർത്ത് കൊലപ്പെടുത്തുകയും റോമൻ പുരോഹിതനായിരുന്ന ഫ്ലവിയാനയെ ചൂടാക്കിയ ഇരുമ്പ് കൊണ്ട് മുഖം പൊള്ളിക്കുകയും നാടുകടത്തുകയും ചെയ്തു. ബിബിയാനയെയും അവളുടെ സഹോദരിയായ ദിമെട്രിയോയെയും അവരുടെ എല്ലാ സമ്പാദ്യങ്ങളും കണ്ടുകെട്ടിയതിനു ശേഷം വീട്ടുതടങ്കലിലാക്കി. 5 മാസങ്ങളോളം ഈ സഹോദരിമാർ ഉപവസിച്ചു. അവരെ ന്യായപീഠത്തിന് മുന്നിൽ ഹാജരാക്കിയപ്പോൾ സഹോദരിയായ ദിമെട്രിയെ അവിടെ വെച്ച് മരണമടഞ്ഞു. ന്യായാധിപൻ വിശുദ്ധ ബിബിയായെ ഫുഫീന എന്ന സ്ത്രീക്ക് കൈമാറി. ഈ സ്ത്രീ തന്റെ മുഴുവൻ കഴിവും ഉപയോഗിച്ച് വിശുദ്ധയെ ക്രിസ്തുവിലുള്ള വിശ്വാസം ഉപേക്ഷിക്കുവാൻ പ്രേരിപ്പിച്ചുവെങ്കിലും അവരുടെ ശ്രമങ്ങളെല്ലാം ബെദാവിലായി. അതിനെ തുടർന്ന് വിശുദ്ധയെ ഈയം കൊണ്ടുള്ള മുള്ളാണികൾ നിറഞ്ഞ ചമട്ടികൾ കൊണ്ട് കൊലപ്പെടുത്തി. നായകൾക്ക് ഭക്ഷണമാക്കാൻ വേണ്ടി അവളുടെ മൃതദേഹം വെളിമ്പ്രദേശത്ത് വലിച്ചെറിയുകയും എന്നാൽ ഒരു നായ പോലും വിശുദ്ധയുടെ മൃതദേഹം സ്പർശിക്കുക പോലും ചെയ്തില്ല. 2 ദിവസത്തിനു ശേഷം ജോൺ എന്ന പേരായ ഒരു പുരോഹിതൻ രാത്രിയിൽ അവളുടെ മൃതശരീരം മറവു ചെയ്തു. റോമിൽ പ്രത്യേകമായി ആദരിക്കപ്പെടുന്ന കന്യകമാരായ 3 രക്തസാക്ഷികൾ ഒരാളാണ് വിശുദ്ധ ബിബിയാന. വിശുദ്ധ സെസിലിയയും വിശുദ്ധ ആഗ്നസുമാണ് മറ്റ് 2 പേർ.